രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീയെ ആരെങ്കിലും പീഡിപ്പിച്ചു എന്ന് കേട്ടാൽ ഉടനെ TV ചാനലുകാർ രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നു. അദ്ദേഹം പീഡന സ്പെഷ്യലിസ്റ്റാണ്. ചാനലുകാർ വിളിക്കുമ്പോൾ അദ്ദേഹം പീഡനത്തിന് തെളിവുണ്ടോ, ഇതാണോ പീഡനമെന്നൊക്കെ ചോദിച്ച് വാദിക്കാൻ തുടങ്ങും. സിനിമാ നടൻ ദിലീപിന് വേണ്ടി, അല്ലെങ്കിൽ സിദ്ദിഖിന് വേണ്ടി, അതുമല്ലെങ്കിൽ ഇപ്പോൾ ബോച്ചയ്ക്ക് വേണ്ടി ഓരോ ചാനലുകളിൽ പോയി വാദിക്കുന്നു. ഇത് പറഞ്ഞത് അഡ്വക്കേറ്റ് ജയശങ്കറാണ്. ഹണി റോസ് വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ച് രംഗത്ത് വന്ന രാഹുൽ ഈശ്വറിനെ എയറിലാക്കിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. പീഡന കേസുകൾ ഉണ്ടാകുമ്പോൾ രാഹുൽ ഈശ്വർ രംഗത്ത് വരികയും പീഡകന് വേണ്ടി വാദിക്കുകയും ചെയ്യുമെന്ന് ജയശങ്കർ പരിഹസിക്കുന്നു. രാഹുൽ ഈശ്വറിന് പുതിയ പേരും ജയശങ്കർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ABC മലയാളം ന്യൂസിലാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പ്രതികരണം. ഇനി അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ വാക്കുകൾ എന്തായിരുന്നു എന്ന് നോക്കാം. രാമൻ പിള്ള വാദിച്ചിട്ട് പോലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യഹർജി മജിസ്ട്രേറ്റ് നിരാകരിക്കുമ്പോൾ ഈ നാട്ടിൽ ഏറ്റവും അധികം മനോവേദന അനുഭവിക്കുന്നത് രാഹുൽ ഈശ്വർ എന്ന ചിന്തകനാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ടെലിവിഷൻ ചർച്ചകളിലൂടെയാണ് അദ്ദേഹത്തിന് വലിയ ഖ്യാതി ഉണ്ടായത്. 5 മിനിറ്റ് 3 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് ടെലിവിഷൻ ചാനലുകളിൽ ഓരോന്ന് അടിച്ചുവിടുന്ന ആളാണ്. വിദണ്ഡവാദത്തിൽ എന്തെങ്കിലും അവാർഡ് ഏർപ്പെടുത്തുകയാണ് എങ്കിൽ പുള്ളിക്ക് കൊടുക്കണം. സമീപകാലത്തായി അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പീഡന കേസുകളിലാണ്. രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീയെ ആരെങ്കിലും പീഡിപ്പിച്ചു എന്ന് കേട്ടാൽ ഉടൻ TV ചാനലുകാർ രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നു. അദ്ദേഹം പീഡന സ്പെഷ്യലിസ്റ്റാണ്. ചാനലുകാർ വിളിക്കുമ്പോൾ അദ്ദേഹം പീഡനത്തിന് തെളിവുണ്ടോ, ഇതാണോ പീഡനം എന്നൊക്കെ ചോദിച്ച് വാദിക്കാൻ തുടങ്ങും. സിനിമാ നടൻ ദിലീപിന് വേണ്ടി, അല്ലെങ്കിൽ സിദ്ദിഖിന് വേണ്ടി, അതുമല്ലെങ്കിൽ ഇപ്പോൾ ബോച്ചയ്ക്ക് വേണ്ടി ഓരോ ചാനലുകളിൽ പോയി വാദിക്കുന്നു. എവിടെ പീഡനമുണ്ടായാലും രാഹുൽ രംഗത്ത് വരികയും പീഡകന് വേണ്ടി വാദിക്കുകയും ചെയ്യും. ഇയാൾ യഥാർത്ഥത്തിൽ നിരപരാധിയാണ് എന്നും പരാതി ഉന്നയിച്ച സ്ത്രീ മോശക്കാരിയാണ് എന്നും അങ്ങ് സ്ഥാപിക്കും. ബോച്ചയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീക്ക് എതിരെയും രാഹുൽ അത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നു. നടി അതിന് മറുപടിയും പറഞ്ഞു. ഞാനൊരു ഈശ്വര വിശ്വാസിയല്ല, പക്ഷേ ഈശ്വരനെ നിന്ദിക്കുന്നത് ശരിയല്ല. ഈ രാഹുൽ ഈശ്വർ എന്ന ചെറുപ്പക്കാരന് പേരിട്ടത് വലിയ ഈശ്വര നിന്ദയാണ്. അയാളുടെ അച്ഛൻ്റെ പേര് ഈശ്വരൻ എന്നാണോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഷെയ്ത്താൻ എന്നാക്കിയാൽ നന്നായിരിക്കും. കാരണം അദ്ദേഹം എപ്പോഴും ചെകുത്താൻ്റെ വക്കാലത്ത് പിടിച്ചാണ് എപ്പോഴും വാദിക്കുന്നത്. ഈശ്വരനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ പേരിട്ടത് സഹിക്കില്ല. ഈശ്വരന് നിരക്കാത്ത വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഗസറ്റിൽ കൊടുത്തിട്ട് രാഹുൽ ഷെയ്ത്താൻ എന്നാക്കണം. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിനെ വിളിച്ച് അഭിപ്രായം ചോദിക്കുന്ന ചാനലുകാർക്കും ചെകുത്താൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം അത് പരിഗണിച്ചില്ലെങ്കിലും നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ പേര് ഈ രീതിയിൽ പരിഷ്കരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതായിരുന്നു രാഹുൽ ഈശ്വറിനെ കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുകൂടി കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ.